ചേട്ടൻ്റെ കൂട്ടുകാരൻ പടവലങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു തോട്ടത്തിൽ. അപ്പോൾ ആ പടവലങ്ങയിൽ നിന്ന് വലുത് നോക്കിയിട്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചേട്ടന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കറി വയ്ക്കാമെന്ന്. അപ്പം ഞാൻ കുറച്ച് തറവാട്ടിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചെടുത്തിട്ട് ഞാൻ പടവലങ്ങയും ഒരു സവാളയും പിന്നെ ഒരു മാങ്ങ, മൂവാണ്ട മാങ്ങയാണ് കിട്ടിയത്, പിന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളകും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കുനുകുനുവിനെ അരിഞ്ഞ് പീസുകളാക്കി 4 കൂടി പീസാക്കിയിട്ടിട്ട് ഞാൻ ചട്ടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. എനിക്ക് ചട്ടിയിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. അങ്ങനെ ഞാൻ ചട്ടിയിലേക്ക് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമുക്ക് വേവിക്കാം. കാരണം മഞ്ഞപ്പൊടി 1/4 ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇത് വെളുത്തിരിക്കാനായിട്ടാണ് കേട്ടോ ചേട്ടന് ഇഷ്ടം. ചേട്ടന് വെളുത്ത കറിയാണ് ഇഷ്ടം, മഞ്ഞക്കറി ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അന്നേരം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തേങ്ങ പൊതിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിരണ്ടട്ടെ കേട്ടോ. തേങ്ങ ചിരണ്ടി വന്നപ്പോഴേക്കും നമ്മുടെ ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന സാധനം വേവും. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴേക്കും തേങ്ങയും ചിരകി തേങ്ങ അരച്ചെടുക്കുക എന്നുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ചിരകി കഴിഞ്ഞിരിക്കെ ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു ഇച്ചിരി ജീരകം കൂടി ഇട്ട് ഞാൻ അരയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് അത് വെന്ത് പോയി. അപ്പം അന്നേരം നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് പൊട്ടി തുടങ്ങി. ഇനി കടുക് പൊട്ടി തീർന്ന വഴിക്കാണ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് 2 മറ്റേ വറ്റൽമുളകില്ലേ അത് പൊട്ടിച്ചിട്ടു. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു. അങ്ങനെ താളിക്കാനുള്ള സംഭവങ്ങളായി. അത് കഴിഞ്ഞപ്പം തേങ്ങ ഞാൻ നേരത്തെ ചേർത്തായിരുന്നു കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചത്. അത് കുറച്ചും കൂടി കുറുകി വരാണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ താളിച്ചതൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ പടവലങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയും പടവലങ്ങ നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനുണ്ട് ബെൽ